ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൗസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ അഡോപ്ഷൻ ആയിട്ടൊരു പപ്പീനെയാണ്. അതുപോലെ ചെറിയ വിലയ്ക്ക് തന്നെ ജർമ്മൻ ഷിപ്പാഡിനെയും ഷിറ്റ്സുവിനെയും മിൻബിനെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും തന്നെ കാണാൻ ശ്രമിക്കണം. ഇന്ന് നമ്മളിൽ ആദ്യമായി സെയിലിന് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിൻബിന്നിൻ്റെ പപ്പിയാണ്. ഈ പപ്പിയുടെ പ്രായം വരുന്നത് 75 ദിവസം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെയിൽ പപ്പി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പപ്പി നല്ല പ്ലേഫുൾ മൈൻഡിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹൈപ്പർ ആയിട്ടുള്ള പപ്പി തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ നല്ല ക്യൂട്ടുള്ള പെറ്റായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വളർത്താൻ പറ്റുന്ന പപ്പീനാണിത്. നിങ്ങളുടെ പിള്ളേരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളരെയധികം മെയിൻ്റനൻസ് കുറഞ്ഞ രീതിക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ബ്രീഡാണ് മിൻപിൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ തന്നെയാണ്. ഈ പപ്പിയുടെ ഓണർ ചോദിക്കുന്ന വില വെറും 7,000 രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പപ്പീനെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പപ്പിയുടെ ഓണേഴ്സ് നമ്പർ ഈ സ്ക്രീനിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പപ്പീസിൻ്റെ ഓണേഴ്സ് നമ്പർ പിൻ ചെയ്ത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് പപ്പീസിൻ്റെ ഓണേഴ്സായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാനും ഇപ്പോൾ തന്നെ പപ്പീസിനെ സ്വന്തമാക്കാനും എല്ലാ ഫ്രണ്ട്സും ശ്രമിക്കേണ്ടതാണ്. അടുത്ത നമ്മൾ സെയിലിൽ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഷിറ്റ്സുവിൻ്റെ പപ്പിയാണ്. നല്ല ട്രൈ കളറിലും വന്നിട്ടുള്ള നല്ല ഹെയർ ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റി വരുന്നൊരു പപ്പി തന്നെയാണിത്. ഈ പപ്പീസിൻ്റെ പ്രായം വരുന്നത് 2 മാസം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു മെയിൽ പപ്പിയും അതുപോലെ 3 ഫീമെയിൽ പപ്പിയും അവൈലബിൾ തന്നെയാണ്. എല്ലാ പപ്പീസും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള നല്ല പ്ലേഫുൾ മൈൻഡുള്ള പപ്പീസ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പെറ്റായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിച്ച് വളർത്താൻ പറ്റുന്ന പപ്പീസ് തന്നെയാണിത്. ഈ പപ്പീസുള്ള സ്ഥലം വരുന്നത് പുടുകാട് എന്ന സ്ഥലത്താണ്. ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ തന്നെയാണ്. ഈ ക്യൂട്ടായിട്ടുള്ള ഈ പപ്പീസിന് ഓണർ ചോദിക്കുന്ന റേറ്റ് വെറും 11,000 രൂപ മാത്രമാണ്. അപ്പോൾ പപ്പീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പപ്പീസിൻ്റെ ഓണേഴ്സ് നമ്പർ ഈ സ്ക്രീനിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പപ്പീസിൻ്റെ ഓണേഴ്സ് നമ്പർ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എത്ര പെട്ടെന്ന് പപ്പീസിൻ്റെ ഓണേഴ്സായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാനും ഇപ്പോൾ തന്നെ പപ്പീസിനെ സ്വന്തമാക്കാനും എല്ലാ ഫ്രണ്ട്സും ശ്രമിക്കേണ്ടതാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ബെല്ലേക്ക് ഓൺ ചെയ്ത് ഓളിലേക്ക് സെറ്റ് ചെയ്തേക്കണം. എല്ലാം ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ ഓളിലേക്ക് സെറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പീസിനൊക്കെ ആദ്യമേ സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്ത നമ്മൾ സെയിലിന് വന്നിരിക്കുന്നത് നല്ല ഗംഭീര ക്വാളിറ്റി വരുന്നൊരു ജർമ്മൻ ഷിപ്പാഡാണ്. നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ആൻഡ് കളറെല്ലാം വന്നിട്ടുള്ള നല്ല ഷോർട്ട് കോട്ടായിട്ടുള്ള നല്ല അനാറ്റമി എല്ലാം ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്റ്റേൺസ് എല്ലാം വന്നിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി വരുന്ന ഡോഗ് തന്നെയാണിത്. അതുപോലെ തന്നെ ഡോഗ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ആക്റ്റീവായ ഡോഗും കൂടിയാണ്. ഈ ഡോഗിൻ്റെ പ്രായം വരുന്നത് 2 വയസ്സ് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു മെയിൽ ഡോഗ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡോഗിൻ്റെ വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റഡ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഗാർഡിയൻ പർപ്പസിന് വേണ്ടി ചെറിയ വിലയ്ക്ക് നല്ല ക്വാളിറ്റി വരുന്ന ജർമ്മൻ ഷിപ്പാഡിനെയൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡോഗിന് ചൂസ് ചെയ്യാവുന്ന തന്നെയാണ്. ഡോഗ് എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയ ഡോഗാണ്. അതുകൊണ്ട് എങ്ങനെയുള്ളവർക്കും ഈസിയായി ഡോഗിനെ ഹാൻഡിൽ ചെയ്യാവുന്ന തന്നെയാണ്. ഈ ഡോഗുകളുടെ സ്ഥലം വരുന്നത് ചേർത്തലയിലാണ്. ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പോസിബിൾ തന്നെയാണ്. ഈ ഡോഗിൻ്റെ ഓണർ ചോദിക്കുന്ന വില വെറും 4,000 രൂപ മാത്രമാണ്. അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡോഗിനെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഡോഗിൻ്റെ ഓണേഴ്സ് നമ്പർ സ്ക്രീനിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഡോഗിൻ്റെ ഓണേഴ്സ് നമ്പർ പിൻ ചെയ്തുകൊണ്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോഗിൻ്റെ ഓണേഴ്സായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാനും ഡോഗിനെ സ്വന്തമാക്കാനും എല്ലാ ഫ്രണ്ട്സും ഇപ്പോൾ തന്നെ ശ്രമിക്കേണ്ടതാണ്. അടുത്ത നമ്മൾ വന്നിട്ടുള്ളത് ഫ്രീ അഡോപ്ഷൻ ആയിട്ടൊരു നാടൻ പപ്പിയാണ്. പപ്പിയുടെ പ്രായം വരുന്നത് 65 ദിവസം മാത്രമാണ്. ഇവരുടെ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പപ്പീനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് നോക്കാന്നുള്ളൊരു മാത്രം ഈ പപ്പിക്ക് വേണ്ടി ഒരു കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും ഈ പപ്പീനെ ഒരു തന്നുപിടുത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഗാർഡൻ പർപ്പസിനായാലും നിങ്ങളുടെ നല്ലൊരു ക്യൂട്ടുള്ള പെറ്റായിട്ടാണെങ്കിലും നിങ്ങളുടെ നല്ലൊരു കമ്പാനിയായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വളർത്താൻ പറ്റുന്ന പപ്പീനാണിത്. പപ്പിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് വേറെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പപ്പീനാണിത്. പപ്പിയുള്ള സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എന്ന സ്ഥലത്താണ്. ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും പോസിബിൾ അല്ല. പപ്പിനെ വേണമെന്നുള്ളൊരു നേരിട്ട് പപ്പിയുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിനെ സ്വന്തമാക്കേണ്ടതാണ്. അപ്പോൾ പപ്പിനെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പപ്പിനെ സ്വന്തമാക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പപ്പിയുടെ ഓണേഴ്സ് നമ്പർ സ്ക്രീനിൽ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പപ്പിയുടെ ഓണേഴ്സ് നമ്പർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് നമ്മളൊന്ന് അറിയിക്കാനും എല്ലാവരും ശ്രമിക്കണം.